तत्रासौ त्रिगुणात्मकोऽपि च महान् सत्त्वप्रधानः स्वयं जीवेऽस्मिन् खलु निर्विकल्पम् अहमित्युद्बोधनिष्पादक चक्रेऽस्मिन् सविकल्पबोधकमहं तत्त्वं महान् खल्वसौ सम्पुष्टं त्रिगुणैस्तमोति बहुलं विष्णो भवत्प्रेरणात् तत्रासौ त्रिगुणात्मिकोऽपि च महान् सत्त्वप्रधानः स्वयं जीवेऽस्मिन् खलु निर्विकल्पम् अहमित्युद्बोधनिष्पादक चक्रेऽस्मिन् सविकल्पबोधकमहं तत्त्वं महान् खल्वसौ सम्पुष्टं त्रिगुणैस्तमोति बहुलं विष्णो भवत्प्रेरणात् തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ. ത്രിഗുണാത്മകനായി ഭഗവാൻ സാക്ഷിഭൂതൻ പ്രവർത്തിച്ചു എന്ന് പറയുന്നു. ത്രിഗുണാത്മകനായി പ്രവർത്തിക്കുന്നതിൻ്റെ വിവരണമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടല്ല. ഇതേവരെ സത്ത് അസത്ത്, ഭാവം അഭാവം, നിർവികൽപ്പം വികൽപ്പം ഇതെല്ലാം പറഞ്ഞു. ആ നിർവികൽപ്പനായ ഭഗവാൻ വികൽപ്പങ്ങളുള്ള ആളായിട്ട് മാറുന്ന രീതി, സത്വം മാത്രമുള്ള ഭഗവാൻ അസത്വഭാവങ്ങളിൽ കൂടെ വരുന്ന രീതി, സത്യസ്വരൂപനായ ഭഗവാൻ അസത്യഭാവങ്ങളിൽ കൂടെ വരുന്ന രീതി, ഋതസ്വരൂപനായ ഭഗവാൻ അനൃതഭാവങ്ങളിൽ കൂടെ വരുന്ന രീതി. മോഡേൺ കമ്പ്യൂട്ടർ സയൻസുകാർ 010101 എന്ന് പറയുന്ന ഈ സദസത്വം, ഈ വ്യക്താവ്യക്തം, ഈ നിർവികൽപ്പ സവികൽപ്പ ഭാവം, അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് തൻ്റെ നാരായണീയത്തിലൂടെ വ്യക്തമാക്കുന്നത്. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന. ത്രിഗുണാത്മകൻ ആദ്യം സത്വപ്രധാനനായ അഹം ഭൂതഭാവം സ്വീകരിച്ചു. പിന്നീട് രജോഗുണപ്രധാനനായ തൈജസ അഹങ്കാരം, ആ ഭാവം സ്വീകരിക്കും. പിന്നീട് തമോ ഗുണ പ്രധാനമായ താമസാഹങ്കാര ഭാവം സ്വീകരിക്കും. ആദ്യം പറഞ്ഞത് മഹത്തത്വം വരെ ഉണ്ടായ കാര്യങ്ങളായിരുന്നു. ആ മഹാനിൽ നിന്ന്, മഹത്തത്വത്തിൽ നിന്ന് ഇതാ 3 തരം അഹങ്കാരം: സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. ഇതാണ് ത്രിഗുണാത്മിക. ആ ത്രിഗുണാത്മിക ഭാവങ്ങളെയാണ് നമുക്ക് ഇനി പരിചയപ്പെടുത്തുന്നത്. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന. നിർവികൽപ്പം അഹം, സവികൽപ്പം എന്ന അഹന്തത്വം. ആ നിർവികൽപ്പത്തിൽ നിന്ന് സവികൽപ്പത്തിലേക്ക് പോകുമ്പോൾ സാങ്കേതിക പദങ്ങളുടെ ജടിലത നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരന് മനസ്സിലാകാൻ ആവുന്ന രൂപത്തിലൊക്കെ ഭട്ടതിരിപ്പാട് വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ സാത്വിക ഭാവം എന്ത്, രജോ ഗുണഭാവം എന്ത്, തമോ ഗുണഭാവം എന്ത് എന്ന് വിശദീകരിക്കുമ്പോൾ ഈ മനസ്സിലാവായ്മ, അഭാവമാണ് നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരനെ സങ്കല്പിച്ച് അത് ക്രമേണ ഭാവമായിട്ട് മാറും. അസത്വമാണ് നമ്മളിലുള്ളത്, അത് ക്രമേണ സത്വഭാവമായിട്ട് മാറും. മനുഷ്യൻ്റെ അറിവിൽ അസത്യമാണ് അധികം നിറഞ്ഞിരിക്കുന്നത്, അത് ക്രമേണ സത്യമായിട്ട് മാറും. അതാണ് അസതോമാ സദ്ഗമയ എന്ന വാക്യത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ സൃഷ്ടിയിലെ ആദ്യത്തിൽ നാ സദാസീൽ നോ സദാസീൽ എന്ന് പറയുമ്പോൾ ഈ 0-1 എന്ന ഭാവം, ഒന്നിൽ നിന്നാണ് 0 ഉണ്ടായത്, 0-ത്തിൽ നിന്നാണ് 1 ഉണ്ടായത് എന്ന് പറയാൻ നിവൃത്തിയില്ല. ആ രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സദസത്വാത്മകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സദസത്വാത്മകമായ ഭഗവാൻ നിർവികൽപ്പനായി പിന്നീട് സവികൽപ്പനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആ മാറ്റം, അത് ആദ്യം പറഞ്ഞ രാസത്വരക വസ്തുവായി നിന്നുകൊണ്ട് മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ആ ശക്തിയുടെ ഭാവം അതിവിടെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നു.
അസൗ മഹാൻ ഖലു ഭവൽപ്രേരണാൽ അസ്മിൻ ത്രിഗുണൈഃ സമ്പുഷ്ടം തപോതി ബഹുലം. ത്രിഗുണങ്ങളാൽ സമ്പുഷ്ടമായത്, സാത്വിക പ്രധാനമായത്, പിന്നെ സാത്വിക രാജസങ്ങളെ കലർന്നത്, രാജസ പ്രധാനമായത്, പിന്നെ രാജസ തമോ ഗുണഭ്രമങ്ങൾ കലർന്നത്, പിന്നെ തമോ ഗുണപ്രധാനമായത്. ഇങ്ങനെ 3 ഭാവങ്ങളിൽ നമുക്ക് സങ്കല്പിക്കാം. അതിൽ യോസൗ മഹാനുച്യതേ എന്ന് പറഞ്ഞതിൽ നിന്ന് മഹത്തത്വം, അഹങ്കാരം, സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം, ഇനി അവയുടെ ക്രമേണയുള്ള വളർച്ച, ഇതൊക്കെ നമുക്കിതാ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു.